വിഘ്നേശ്വരായ നമഃ. ഓം നമഃ ശിവായ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ലഗ്നാധിപതി വക്രമായാൽ എന്തായിരിക്കും ഫലം. ഏത് ലഗ്നത്തിൽ ജനിച്ചവരാണെങ്കിലും ലഗ്നാധിപതി എന്നത് വളരെ പ്രധാനമാണ്. ലഗ്നാധിപതിയാണ് ഒരു ജാതകൻ്റെ ജീവൻ അല്ലെങ്കിൽ ആത്മാവ്. ഒരു മനുഷ്യൻ നല്ലതായാലും ചീത്തയായാലും അത് അനുഭവിക്കാൻ വിധിക്കപ്പെടുന്നത് ലഗ്നാധിപതിയുടെ കൂടി സഹായത്തിലാണ്. എത്ര ബുദ്ധിമുട്ടായ പ്രതിസന്ധികളെയും അതിജീവിച്ചു വരണമെങ്കിൽ ലഗ്നാധിപതിയുടെ സഹായം അത്യാവശ്യമാണ്. ദശാനാഥനാലും മറ്റും ലഭിക്കുന്ന നല്ല ഫലങ്ങളെ ഇരട്ടിപ്പിക്കുന്നതും ലഗ്നാധിപതിയാണ്. അപ്പോൾ ലഗ്നാധിപതി വക്രമായാൽ എന്തായിരിക്കും ഫലം? അതിനു മുൻപേ നമ്മുടെ മാന്യ പ്രേക്ഷകർ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലഗ്നാധിപതി വക്രമായാൽ എന്തായിരിക്കും ഫലം? രാഹു, കേതു, സൂര്യൻ, ചന്ദ്രൻ ഈ 4 ഗ്രഹങ്ങൾ ഒഴിച്ച് മറ്റ് 5 ഗ്രഹങ്ങളും വക്രമാകുന്ന ഗ്രഹങ്ങളാണ്. അപ്പോൾ ഈ 5 ഗ്രഹങ്ങൾക്കും 10 ലഗ്നങ്ങളുണ്ട്. മേടം, ഇടവം, മിഥുനം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഈ 10 ലഗ്നങ്ങളുടെയും അധിപതികൾ വക്രമാകുന്ന ഗ്രഹങ്ങളാണ്. കർക്കിടകം, ചിങ്ങം ലഗ്നക്കാർക്ക് ലഗ്നാധിപതിയായ ചന്ദ്രനും സൂര്യനും വക്രമാകില്ല. അപ്പോൾ ഇവർക്ക് എങ്ങനെയായിരിക്കും ഫലം വരുന്നത്? വക്രമാകുന്ന മറ്റു ഗ്രഹങ്ങൾ ഈ ലഗ്നങ്ങളുമായി ചേരുകയാണെങ്കിൽ, അതായത് കർക്കിടകം, ചിങ്ങം ലഗ്നങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ വക്രഫലങ്ങൾ വരും. അതുപോലെ രാഹുകേതുക്കൾ ലഗ്നത്തിൽ നിന്നാലും ലഗ്നാധിപതി വക്രമാകുന്ന ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. കാരണം രാഹുകേതുക്കൾ സ്വാഭാവികമായി തന്നെ വക്രത്തിൽ അല്ലെങ്കിൽ പുറകോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ്. അപ്പോൾ കർക്കിടകം, ചിങ്ങം ലഗ്നക്കാരുടെ ലഗ്നത്തിൽ രാഹുകേതുക്കൾ നിന്നാൽ ലഗ്നാധിപതി വക്രമാകുന്ന ഫലങ്ങൾ തന്നെയായിരിക്കും നൽകുന്നത്. അതുപോലെ ചന്ദ്രനെയോ സൂര്യനെയോ വളരെ അടുത്ത് ചേർത്ത് നിർത്തുന്ന ഒരവസ്ഥയിൽ കർക്കിടകത്തിലോ ചിങ്ങത്തിലോ നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഗ്നാധിപതി വക്രമായാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ തന്നെയായിരിക്കും. ഉദാഹരണത്തിന് ഒരു കർക്കിടക ലഗ്ന ജാതകന് ചന്ദ്രനും കേതുവും ലഗ്നത്തിൽ ഒരേ ഡിഗ്രി നിൽക്കുമ്പോൾ നിങ്ങളുടെ ലഗ്നാധിപതി വക്രമായതിൻ്റെ ഫലങ്ങളായിരിക്കും കാണേണ്ടത്. അതുപോലെ ഒരു ചിങ്ങം ലഗ്ന ജാതകന് സൂര്യനും രാഹുവും ഒരേ ഡിഗ്രിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലഗ്നാധിപതി വക്രമായ അവസ്ഥയിലായിരിക്കും പെരുമാറുന്നത്. പൊതുവെ ലഗ്നാധിപതി വക്രമായാൽ എന്താണ് സംഭവിക്കുന്നത്? വക്രമെന്നത് ഒരു ഗ്രഹത്തിൻ്റെ അതീവ ബലമാണ്. ഒരാളുടെ ചിന്തയെയും പ്രവൃത്തിയെയും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ജാതകനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. മറ്റുള്ളവരുടെ ഉപദേശം ഇവർ തീരെ കേൾക്കില്ല, അനുസരിക്കില്ല. ലോ ആൻഡ് ഓർഡർ അനുസരിച്ച് നടക്കുക എന്നത് ഇവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. മറ്റുള്ളവരെ അനുകരിക്കാതെ ഇവർക്കായിട്ടുള്ള പ്രത്യേക വഴി തെളിച്ചായിരിക്കും ഇക്കൂട്ടർ മുന്നോട്ട് പോകുന്നത്. പൊതുവെ ലഗ്നാധിപതി വക്രമായവരാണ് പുതിയ പുതിയ വിഷയങ്ങൾ കണ്ടുപിടിക്കുന്നതും അവയെ ലോകത്തുള്ളവരെ കൊണ്ട് അംഗീകരിക്കപ്പെടുന്നതുവരെ ഇവർ പോരാടുകയും ചെയ്യും. ഇക്കൂട്ടർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റൂ. ഇവർ പുതിയ വഴികൾ തെളിക്കുന്നവരാണ്. ലഗ്നാധിപതി വക്രമായവർ പഴയ വഴികളിലൂടെ സഞ്ചരിക്കില്ല.
പുതിയ പുതിയ വിഷയങ്ങൾ കണ്ടുപിടിക്കുകയും മറ്റുള്ളവരെ അതിലൂടെ വഴി നടത്തുന്നവരുമായിരിക്കും. നീതിന്യായങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാറില്ല. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാറില്ല. തനിക്ക് എന്താണ് തോന്നുന്നത് അതാണ് ശരിയെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. ഇതിൽ ഓരോ ലഗ്നാധിപതിക്കും വക്രം സംഭവിക്കുമ്പോൾ ചില ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പൊതുവെ ലഗ്നാധിപതി വക്രമായവർ ജീനിയസ് ആയിരിക്കും. ജീവിതത്തിൽ എത്ര തവണ പരാജയപ്പെട്ടാലും എത്ര തവണ മറ്റുള്ളവർ തഴഞ്ഞാലും തനിക്ക് ഇഷ്ടപ്പെട്ട പാതയിലൂടെ ജീവിതം നയിക്കുന്നവരായിരിക്കും. നാട്ടുകാരെന്തു പറയും, വീട്ടുകാരെന്തു പറയും, ബന്ധുക്കൾ എന്തു വിചാരിക്കും, അയൽപ്പക്കക്കാർ എന്തു വിചാരിക്കും, സമൂഹം എന്തു പറയും എന്നതൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല. സ്വന്തമായ തീരുമാനം, സ്വന്തമായ ചിന്ത, തൻ്റെ വഴി മറ്റുള്ളവർ പിന്തുടരണമെന്ന ചിന്ത, നിർബന്ധ ബുദ്ധി, ഇതെല്ലാം ലഗ്നാധിപതി വക്രമായവർക്കുള്ള ഫലങ്ങളാണ്. മറ്റു ഗ്രഹങ്ങളായ ചൊവ്വ ലഗ്നാധിപതിയായി വക്രമായാൽ ആത്മീയ ചിന്ത അധികമായിരിക്കും. ഇനി ലഗ്നാധിപതിയായി ബുധൻ വക്രമായാൽ വിജ്ഞാനികളായിരിക്കും, ശാസ്ത്രജ്ഞരായിരിക്കും. ശുക്രൻ വക്രമായാൽ തൻ്റെ സൗന്ദര്യത്തെ വലിയ രീതിയിൽ എക്സ്പോസ് ചെയ്യും. ഗുരു വക്രമായവർ വിദേശ ചിന്തയുള്ളവരായിരിക്കും. വിദേശത്ത് പോകണം, താമസിക്കണം, പണം സമ്പാദിക്കണം എന്ന ചിന്തയുള്ളവരായിരിക്കും. ശനി വക്രമായിട്ടുള്ളവർക്ക് ജോലിയിൽ താൽപ്പര്യം അധികമുണ്ടാവും. ഉദ്യോഗത്തിൽ വ്യത്യസ്തമായ ചിന്ത, ബുദ്ധി, വളരെ ബുദ്ധിമുട്ടാതെ ജീവിക്കണമെന്നുള്ള ചിന്തയുള്ളവരായിരിക്കും. ശനി വക്രമാവുമ്പോൾ താൻ തന്നെ എല്ലാം ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധിയും ഇവർക്കുണ്ടാകും. ജോലിക്കായിരിക്കും ഇവർ കൂടുതലും മുൻതൂക്കം നൽകുന്നത്. ഒരു ഗ്രഹം വക്രത്തിൽ ഉഗ്രമാകും. ഇതിൽ ലഗ്നാധിപതി വക്രമായാൽ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാതിരുന്നാലും ഇക്കൂട്ടർ നിർബന്ധിച്ച് മറ്റുള്ളവരെ അവരുടെ ട്രാക്കിൽ കൊണ്ടുവരും. ആരും വന്നില്ലെങ്കിലും അവരുടേതായ ഒരു വഴി വെട്ടിത്തെളിക്കും. അപ്പോൾ അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ വഴി ആരംഭഘട്ടത്തിൽ കൈപ്പേറിയതാണെങ്കിലും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണെങ്കിലും വളരെ കഷ്ടപ്പെട്ട് ആ പാത തെളിച്ചെടുക്കും. അതുവഴി മറ്റുള്ളവരെ, അതായത് സാധാരണ ജനങ്ങളായ അധികം ആളുകളെയും പ്രയാണം ചെയ്യിപ്പിക്കുകയും ചെയ്യും. പ്രശസ്തരായ പല ശാസ്ത്രജ്ഞരും അവരുടെ കണ്ടുപിടുത്തങ്ങളെയും മറ്റുള്ളവർ തുടക്കത്തിൽ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. പ്രശസ്തരായ ഫാഷൻ ഡിസൈനർമാരുടെ വ്യത്യസ്തമായ ഫാഷൻ സങ്കല്പങ്ങളും കണ്ടുപിടുത്തങ്ങളും ആരംഭകാലത്തിൽ അംഗീകരിക്കപ്പെടാത്തതാണ്. ഇത് ശുക്രൻ്റെ വക്രം. ബുധൻ്റെ വക്രം വിജ്ഞാനികളെ സൃഷ്ടിക്കും. അതുപോലെ വലിയ ആത്മീയ ചിന്തകരുടെ ദൈവിക ചിന്തകളെയും മറ്റും ആരംഭഘട്ടത്തിൽ ഒരു വിലയും കൽപ്പിച്ചു കാണില്ല. ചോദ്യം ചെയ്യപ്പെട്ടവയാണ്. വിദേശ നാണ്യം സമ്പാദിക്കുന്നവരെ, അതായത് പ്രവാസികളെ ആദ്യം കളിയാക്കിയവർ പിന്നീട് അംഗീകരിക്കപ്പെടുന്നതായാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അധ്വാനത്തിലൂടെ കിരീടം ചൂടിയവരെ ആദ്യഘട്ടത്തിൽ ഒതുക്കി തള്ളിക്കളഞ്ഞ് പിന്നീട് അംഗീകരിക്കേണ്ട സ്ഥിതിയാണ് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ കർക്കിടകം, ചിങ്ങം ലഗ്നക്കാർക്ക് അവരുടെ ലഗ്നാധിപതികളായ ചന്ദ്രനും സൂര്യനും വക്രമാകുന്നില്ല. എന്നാൽ ലഗ്നത്തിൽ രാഹുവോ കേതുവോ നിൽക്കുമ്പോൾ ലഗ്നാധിപതി വക്രസ്ഥിതിയിലായവരുടെ പോലുള്ള ഫലങ്ങളായിരിക്കും നൽകുന്നത്. വക്രഗ്രഹങ്ങൾ തീവ്ര ചിന്തകൾ ഉളവാക്കും. തൻ്റെ ലക്ഷ്യം കണ്ടേ തീരുവെന്നതിനു വേണ്ടി എന്ത് ത്യാഗവും ചെയ്ത് ധൈര്യത്തോടെ സ്വന്തം പാത തെളിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കും ലഗ്നാധിപതി വക്രമാകുന്നവർ. ഇനി ലഗ്നാധിപതി വക്രമായില്ലെങ്കിലും മറ്റു ഗ്രഹങ്ങൾ സൂര്യൻ, ചന്ദ്രൻ, രാഹു, കേതു ഒഴിച്ച് മറ്റുള്ള ഗ്രഹങ്ങൾ ലഗ്നത്തിൽ വന്ന് നിന്നാലും മേൽപ്പറഞ്ഞ ഫലങ്ങളായിരിക്കും. സ്വന്തം വഴി, സ്വന്തം ഐഡൻറ്റിറ്റി, സ്വാതന്ത്ര്യം ഇവയൊക്കെ ഇഷ്ടപ്പെട്ട് സ്വന്തം ചിന്തകളെയും പ്രവൃത്തികളെയും വിശ്വസിച്ച് മുന്നേറുന്നവരാണ് ലഗ്നാധിപതി വക്രമായിട്ടുള്ളവർ. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ലോകത്തിൽ അവതരിപ്പിച്ച്
ആരംഭഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും പിന്നെ അത് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിക്കുന്നതുവരെ സാമർത്ഥ്യശാലികളായി പോരാടി വിജയം നേടുന്നവരാണ് ലഗ്നാധിപതി വക്രമായവർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.